ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തന്റെ ഊപ്പ് കൺസെപ്റ്റ്സ് ആണ്. പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തണിൽ ഒരുവിധം എല്ലാം തന്നെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ ബേസിക് ഐഡിയ ആയ ക്ലാസസും ഒബ്ജക്ട്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസും ഒബ്ജക്റ്റും എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പൈത്തണിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ റിയൽ വേൾഡ് ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടറിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, ദെൻ ആണ് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ബ്ലൂ പ്രിന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്ലൂ പ്രിന്റ് എന്ന് പറയുമ്പോഴത്തേനും ജനറൽ പ്രോപ്പർട്ടീസ് എല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പേഴ്സൺസ്, എംപ്ലോയീസ്, ബുക്സ്, അതുപോലെ വെഹിക്കിൾസ്, അങ്ങനെയുള്ളതൊക്കെ ജനറൽ പ്രോപ്പർട്ടീസ് ഉള്ള കുറെ സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ്സസ് പറയുന്നത്. ഇതിന്റെ ഉള്ളിൽ വരുന്ന ഒരു എന്താ ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസിനെയാണ് നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ കാർ അതിൻ്റെ അകത്ത് ഒരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റിയാണ്. അതിനെ നമ്മൾ ഒരു വെഹിക്കിൾ ക്ലാസിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ് ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്. ദെൻ ക്ലാസിന്റെ നെയിം കൊടുക്കുക. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഒരു സാമ്പിൾ എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, സാമ്പിൾ. ദെൻ സെമിക്കോളൻ ഇടുക. അതിൻ്റെ അകത്ത് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് കൊടുക്കുക. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, ജസ്റ്റ് ഇത് റിയൽ വേൾഡ് ആയിട്ട് ഒരു യാതൊരുവിധ ബന്ധമില്ലാത്ത റേറ്റുമാണ്. അത് ജസ്റ്റ് ഞാനൊരു ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന, അതിന്റെ ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എക്സാമ്പിൾ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ക്ലാസിന്റെ നെയിം, കോളൻ, പിന്നെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ അത് കൊടുത്തു. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഇതിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ക്ലാസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ OB1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് ഈ ക്ലാസിന്റെ ഒരു കൺസ്ട്രക്ടർ വിളിക്കണം. അതിനെ ക്ലാസ് നെയിം ഫോളോഡ് ബൈ റൗണ്ട് ബ്രാക്കറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ക്ലാസ് സാമ്പിളിനുള്ളിലെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഒബ്ജക്റ്റിന്റെ നെയിം ഡോട്ട് പ്രോപ്പർട്ടി നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് നിന്ന് പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ക്ലാസിന്റെ ജനറൽ സിൻടാക്സ് വരുന്നത്. ഇത് റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന, അതിന്റെ ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന, അതിന്റെ അകത്ത് നിന്ന് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനുള്ള ഒരു പ്രോഗ്രാം മാത്രമാണ്. ഇനി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിന് ഇനിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇനിറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അതെന്ന് പറയുന്ന എല്ലാ ക്ലാസ്സസിന്റെ ഉള്ള ഒരു ബിൽഡ് ഇൻ ഫംഗ്ഷൻ ആണ്. അത് ഈ ഒബ്ജക്റ്റ് എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാനുള്ളതാണ്. അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇനിറ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതെന്തിനാ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിന്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ, അതായത് ആ ഒബ്ജക്റ്റ് കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യുന്ന വാല്യൂസ് വെച്ചിട്ട് ആ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു വേറൊരു ക്ലാസ് ചെയ്താൽ, ക്ലാസ് ബുക്സ് എന്ന് പറഞ്ഞ ക്ലാസ് എഴുതി. ദെൻ അതിൻ്റെ അകത്ത് ഞാനൊരു ഇനിറ്റ് ഫംഗ്ഷൻ എഴുതാണ്. ഇനിറ്റ് ഫംഗ്ഷൻ എഴുതാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡീഫ് കീവേഡ് ആണ്. ദെൻ _ഇനിറ്റ് _, പിന്നെ ആ ഫംഗ്ഷന്റെ ബ്രാക്കറ്റ്, അതായത് റൗണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആദ്യം കൊടുക്കുന്നത് സെൽഫ് എന്ന് പറയുന്നൊരു ഇതാണ്. സെൽഫ് എന്ന് പറയുന്നത്, അതായത് നമ്മളെ ഒരു ക്ലാസിന്റെ ഉള്ളിൽ എഴുതുന്ന ഏതൊരു ഫംഗ്ഷന്റെയും ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് സെൽഫ് ആയിരിക്കും. സെൽഫ് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽഫ് കൊടുത്തേക്കുന്നത്. അതായത് കറണ്ട് ഇൻസ്റ്റൻസ്, ആ ഒരു കറണ്ട് ഇൻസ്റ്റൻസിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൽഫ് പാരാമീറ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ക്ലാസ്സിന് ബിലോങ്ങിങ് ആയിട്ടുള്ള വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽഫ് പാരാമീറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്ലാസ്സും, അതായത് ക്ലാസിന്റെ ഉള്ളിൽ എഴുതുന്ന ഏതൊരു ഫംഗ്ഷന്റെയും ആദ്യത്തെ പാരാമീറ്റർ സെൽഫ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ ജസ്റ്റ് അല്ലാണ്ട് 2 പാരാമീറ്റർ എഴുതുകയാണ്, നെയിമും പ്രൈസും എഴുതി. ഇനി ഇത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ഡോട്ട്, അതായത് ഈ സെൽഫ് വെച്ചിട്ട് വേണം നമ്മൾ നെയിം എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് ക്ലാസിന്റെ പ്രോപ്പർട്ടീനെ കോൾ ചെയ്യാനായിട്ട്.
self dot name equal to name, and self dot price equal to price. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഇപ്പം ഇത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇനിറ്റ് ഫംഗ്ഷൻ എഴുതി ജസ്റ്റ് ഞാൻ എന്നിട്ട് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് B1 എന്ന് പറഞ്ഞ് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ബുക്കിന്റെ നെയിമും പ്രൈസും ഞാൻ ഇവിടെ നിന്ന് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ആ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ പാസ് ചെയ്യുവാണ്. ഒബ്ജക്റ്റിന്റെ ആ ഒരു നെയിമും ദെൻ പ്രൈസ് ജസ്റ്റ് 300 എന്ന് പറഞ്ഞ പ്രൈസും പാസ് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ ഈ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി കോൾ ആവും. അതായത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ B1 ഡോട്ട് ആ ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്താലേ ഫംഗ്ഷൻ കോൾ ആവുള്ളൂ, എക്സിക്യൂട്ട് ആവുള്ളൂ, ക്ലാസിന്റെ ഉള്ളിൽ കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒബ്ജക്റ്റ് എപ്പോൾ ക്രിയേറ്റ് ആവുന്നു ആ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ഡ് ആകും, അത് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ നെയിം എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇപ്പോൾ ഇറ്റ് എൻഡ്സ് വിത്ത് എസ് എന്നായിരിക്കും. ദെൻ പ്രൈസിന്റെ വാല്യൂ 300 ആയിരിക്കും. അപ്പൊ നമ്മൾ B1 ഡോട്ട് പ്രിന്റ് കൊടുക്കാം. പ്രിന്റ് B1 ഡോട്ട് നെയിം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇറ്റ് എൻഡ്സ് വിത്ത് എസ് എന്നും കിട്ടും. അതുപോലെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൈസും കിട്ടും. അപ്പൊ നമുക്ക് ആ ഒരു ബുക്കിന്റെ പേരും ഇതും ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ അകത്തേക്ക് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റി. അതിന് വേണ്ടിയിട്ടാണ് ഇൻറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സെൽഫ് യൂസ് ചെയ്യുന്നത് എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് മെത്തേഡ്സ്. അതായത് ഒബ്ജക്റ്റ് ക്ലാസിന്റെ ഉള്ളിൽ എഴുതുന്ന അതായത് ഒരു ഒബ്ജക്റ്റിന് ബിലോങ്ങിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ക്ലാസിന്റെ ഉള്ളിൽ എഴുതുന്ന ക്ലാസിന്റെ സ്കോപ്പിന്റെ ഉള്ളിൽ എഴുതുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇത് തന്നെ ചെയ്തു നോക്കാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിന് ഞാനൊരു ഫംഗ്ഷനും കൂടി എഴുതുകയാണ്. വൺ എന്ന് പറഞ്ഞ ഞാനൊരു ഫംഗ്ഷൻ എഴുതി. അതിൻ്റെ ഉള്ളിൽ സെൽഫ് പാരാമീറ്റർ മാത്രമേ ഒഴിച്ചുള്ളൂ. ഫസ്റ്റ് പാരാമീറ്റർ, വേറെ പാരാമീറ്റർ ഒന്നും അതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ആ ബുക്കിന്റെ നെയിം കോൾ ചെയ്യാൻ, ബുക്കിന്റെ നെയിം മാത്രം പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത് ചെയ്താൽ പ്രിന്റ് ദിസ് ബുക്ക് ഈസ് പ്ലസ് ബുക്കിന്റെ നെയിം സെൽഫ് ഡോട്ട് നെയിം, സോറി നെയിം അല്ല സെൽഫ് ഡോട്ട് നെയിം കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഞാനിവിടെ ഫംഗ്ഷൻ എങ്ങനെയാണ് വിളിക്കുക എന്ന് നോക്കാം. ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. B1 ഈക്വൽ ടു ബുക്സ് ഓഫ്, ബുക്സിന്റെ ഉള്ളിൽ ഞാൻ ബുക്കിന്റെ നെയിമും പ്രൈസും പാസ് ചെയ്യാണ്. ദെൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് B1 ഡോട്ട് ഫംഗ്ഷന്റെ നെയിം കോൾ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു ഫംഗ്ഷനെ, അതായത് ഫംഗ്ഷൻ ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മെത്തേഡിനെ കോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഫംഗ്ഷൻ, അതായത് മെത്തേഡിന്റെ നെയിം. അങ്ങനെയാണ് നമുക്കൊരു ക്ലാസിന്റെ ഉള്ളിൽ നിന്ന് ഒബ്ജക്റ്റിനെ കോൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്കെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ, അതായത് ഒരു ഒബ്ജക്റ്റ് പ്രോപ്പർട്ടിയുടെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. സെയിം ഒരു എക്സാമ്പിൾ തന്നെ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു ബുക്കിന്റെ നെയിം ഞാൻ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ബുക്കിന്റെ നെയിമിനെ നമുക്കൊന്നും കൂടി പ്രിന്റ് ചെയ്യാം. ഫംഗ്ഷനെ തന്നെ ഒന്നും കൂടി കോൾ ചെയ്ത് നോക്കാം. അപ്പൊ B1 ഡോട്ട് നെയിം ഈക്വൽ ടു
ഞാൻ വേറൊരു ബുക്കിന്റെ നെയിം കൊടുത്തു. വേറൊരു ബുക്കിന്റെ നെയിം കൊടുത്തു. ദെൻ ഞാൻ ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. b1 ഡോട്ട് ഫൺ കോൾ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ആ ബുക്കിന്റെ നെയിം ചേഞ്ച് ചെയ്തു. കണ്ടോ? ഇങ്ങനെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഡിലീറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ b1 ഡോട്ട് ഞാൻ പ്രൈസ് ഡിലീറ്റ് ചെയ്യാം. b1 ഡോട്ട് പ്രൈസ് ആണ് ഡിലീറ്റ് ചെയ്യാൻ പോകണം. അതിന് നമുക്ക് ഒരു കീവേഡ് യൂസ് ചെയ്യണം. dl എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് b1 ഡോട്ട് പ്രൈസ് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാകും. ഇനി ഞാൻ അതിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും പ്രിന്റ് b1 ഡോട്ട് പ്രൈസ് നോക്കുമ്പോഴത്തേനും അതൊരു എറർ വരും. ഇപ്പോൾ ആട്രിബ്യൂട്ട് എറർ, അതായത് ഒബ്ജക്റ്റിന് അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് ഇല്ല, പ്രൈസ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഇല്ലെന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെയാണ് നമുക്കൊരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിലും സെയിം വേ തന്നെ നമുക്ക് ആ ഒരു ഡെൽ കീവേഡ് യൂസ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിന്റെ നെയിം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറണ്ട് ഒബ്ജക്റ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിഎൽ കീവേഡ് ഒബ്ജക്റ്റിന്റെ നെയിം. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്രിന്റ് അല്ലെങ്കിൽ ഫൺ വിളിക്കുക, b1 ഡോട്ട് ഫൺ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ b1 ഓൾറെഡി നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കണ്ടോ? b1 നോട്ടിഫൈഡ് എന്ന് പറഞ്ഞു കാണിച്ചു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒബ്ജക്റ്റിനെ നമ്മൾ ക്ലാസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റിനെ യൂസ് ചെയ്തിട്ട് ആ ഒരു പ്രോപ്പർട്ടീസ് കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇനിറ്റ് ഫംഗ്ഷൻ എന്താണ്, സെൽഫ് എന്താണ്, പിന്നെ എന്തെന്നാ നമ്മൾ നോക്കിയത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഫംഗ്ഷനെ കോൾ ഒബ്ജക്റ്റിന്റെ അകത്ത് മെത്തേഡ്സ് എന്തൊക്കെയാണ്, ആ മെത്തേഡിനെ എങ്ങനെയാണ് കോൾ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ മോഡിഫൈ ഡിലീറ്റും ചെയ്യുന്നത് എങ്ങനെയാണ്, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ എന്നൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ അത്രയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. ഓക്കെ, താങ്ക് യു.